ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നത് നമ്മളെ ഇണ്ണിത്തണ്ടോട് പൊരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. നമ്മൾ ഇണ്ണിത്തണ്ടോട് പലതും ഉണ്ടാക്കും. ഉപ്പേരി ഉണ്ടാക്കും, അതേപോലെ മുതിരയും ഇണ്ണിത്തണ്ടിയും വെച്ച് ഉണ്ടാക്കും. പിന്നെ നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കും, പൂളിയും കമ്മൂസിയും ഒക്കെ ഇട്ടാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കൂലേ. അപ്പം ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇണ്ണിത്തണ്ട് വട്ടത്തിൽ നുറുക്കിയാണ്ട് പിന്നെ നമ്മൾ നേരെ നുറുക്കല്ലോ, അങ്ങനെ നുറുക്കിയാണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് നല്ലോണം കൊഴിച്ചു കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടു. വെളുത്തുള്ളി ഇഞ്ചി ഇട്ടാണ്ട് നല്ലോണം കൊഴിച്ചു വെച്ചു. പിന്നെ ചട്ടിയിൽ നമ്മൾ ഓയിൽ പറഞ്ഞു കേട്ടോ. വെളിച്ചെണ്ണ ഓയിൽ നമുക്ക് ഇഷ്ടമുള്ളത് പാരട്ടോ. ഞാൻ ഇവിടെ ഓയിലാണ് കേട്ടോ പറഞ്ഞത്. ഓയിൽ പറഞ്ഞിട്ട് നമ്മൾ കരിവേപ്പിൻ്റെ എല്ലാം ഇട്ടു കേട്ടോ. കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം ഇട്ടു. കരിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കായം കൂട്ടി വെച്ച നമ്മൾ ഇണ്ണിത്തണ്ട് ഇട്ടു കേട്ടോ. ഇതിലും പല പേര് കേട്ടോ. ഞാൻ ഇവിടെ ഇണ്ണിത്തണ്ടാണ് പറയുക. നിങ്ങളവിടെ എന്താ ഇതിനെ പറയില്ലെന്ന് പറയണേ. പിന്നെ വേറൊരു പേരുണ്ട്, കിട്ടണില്ല ഇതിൻ്റെ പേര്. പിന്നെ പറയാനുള്ളത് വായ അങ്ങനത്തെ വേറൊരു പേരുണ്ട് തോന്നുന്നുണ്ട്. അപ്പം ഇണ്ണിത്തണ്ട് നമ്മൾ പൊരിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് വട്ടത്തിലാക്കിയാണ്ട് ഉണ്ടാക്കി നോക്കിനി കേട്ടോ. വട്ടത്തിലാക്കിയിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതില്ലല്ലോ. അപ്പം ആദ്യം ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് പിന്നെയും ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും പറഞ്ഞു തരാൻ വിചാരിച്ചപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ ഇണ്ണിത്തണ്ട് പറ്റാത്ത മക്കളാണ്. നമ്മൾ ഉപ്പേരി വെച്ചാലൊന്നും കൂട്ടൂല. പക്ഷേ ഇങ്ങനെ പൊരിയാക്കി ഉണ്ടാക്കിയപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമായി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മക്കൾക്ക് ഇങ്ങനെ പൊരിയാക്കിയാണ്ട് ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. ഇണ്ണിത്തണ്ട് വയറ്റിലാവും ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ.